ഹലോ നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന അടുത്ത ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ്, എന്താണ് ഹാഷ് വാല്യൂ? സോ ഇത് നമ്മൾ ഈയിടെ ടി വിയിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ. ഇവിടെ ഹാഷ് വാല്യൂ സോ ഇതിന്റെ മലയാളത്തിലുള്ള കുറെ എക്സ്പ്ലനേഷൻ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ ആ വീഡിയോകളിലെല്ലാം തന്നെ കുറേയൊക്കെ ശരിയുമുണ്ട്, കുറേയൊക്കെ തെറ്റുമുണ്ട്. സോ അതുപോലെ തന്നെ എനിക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ വർക്ക് ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് പേപ്പേഴ്സും എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഒക്കെ റെഫറൻസിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോന്റെ അവസാനം ആകുമ്പോഴേക്കും ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്താണ് എന്നതിനെ കുറിച്ച് നല്ലൊരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും നോക്കാം. എന്താണ് ഹാഷ് വാല്യൂ? ഈ കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസിലാണെങ്കിലും അതിലെ ഡാറ്റ അത് ഇതേപോലെ സ്ട്രിംഗ് ആയിട്ടാവാം അല്ലെങ്കിൽ ഫയൽ ആയിട്ടാവാം, അങ്ങനെ ഏതൊരു ഡാറ്റയ്ക്കും ഒരു ഐഡന്റിറ്റി കൊടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഹാഷ് വാല്യൂ. സോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളുടെ കഴുത്തിൽ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. ആ കാർഡ് അയാളുടെ ഒരു ഐഡന്റിറ്റിയാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റുകൾ, ഈ ഫിംഗർ പ്രിന്റ് ആണെങ്കിലും ഈ ഐഡന്റിറ്റി കാർഡ് ആണെങ്കിലും ഇത് യുണീക്ക് ആണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇതിന് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡാറ്റയ്ക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡോക്യുമെന്റിനോ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ആ ഒരു ഡോക്യുമെന്റിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ നമ്പർ ആ ഡോക്യുമെന്റിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഈ നമ്പറിനെയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അഥവാ അതിനെ ഡൈജസ്റ്റ് എന്നും പറയാറുണ്ട്, ചെക്സം എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ഇത് നമ്പറാന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ ഇതിനകത്ത് ABCD ഒക്കെ കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കമ്പ്യൂട്ടറിന് കുറച്ചും കൂടി എളുപ്പമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഹെക്സാഡെസിമൽ നമ്പറുകളാണ്. സോ അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സും വരും. സോ എന്തിനാണ് നമുക്കൊരു ഡോക്യുമെന്റിന് ഒരു ഐഡന്റിറ്റിയുടെ ഒരു ആവശ്യം? ഓക്കെ, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടീമാണ്. ഓക്കെ, ഒരു ടീമിനകത്ത് സോ ഞാനൊരു ഡോക്യുമെന്റ് അത്യാവശ്യം ഒരു പ്രൊജക്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഇൻഫോർമേഷൻസും കുറെ ക്രിട്ടിക്കൽ ഡാറ്റ ഒക്കെ ഇട്ടിട്ട് ഞാനൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് നമ്മളതൊരു നമ്മുടെ കമ്പനിയുടെ ഒരു നെറ്റ്വർക്ക് ഡ്രൈവിൽ ഒരു ഷെയർഡ് ഫോൾഡറിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞാൻ ടീം മെമ്പറിനോട് പറഞ്ഞു അത് പ്രസന്റ് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷേ ടീം മെമ്പർ അത് പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട് കിട്ടുന്നില്ല. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുവാണ് ആ ഡോക്യുമെന്റ് ഞാൻ കൊടുത്ത ഡാറ്റയൊന്നും അതിനകത്തില്ല, കുറേയൊക്കെ ഡാറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ എനിക്കൊരു ഫൗൾ പ്ലേ മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ കൊളീഗിനോട് പറയാണ്, ഞാൻ തന്ന ഡോക്യുമെന്റ് അല്ലല്ലോ നീ പ്രസന്റ് ചെയ്തതെന്ന്. അപ്പോൾ പുള്ളി പറയണോ, അല്ല, ആ ഡ്രൈവിൽ നിന്ന് തന്നെയാണ് ഡോക്യുമെന്റ് എടുത്തത്. സോ ഡ്രൈവിൽ നിന്ന് നോക്കുന്ന സമയത്ത് പുള്ളി തന്ന അതേ ഡോക്യുമെന്റ് ആണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അവിടെ എന്തോ മാറ്റം നടന്നിരിക്കുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ തെളിയിക്കാനും പറ്റത്തില്ല, കാരണം ഡ്രൈവിലുള്ള ഡോക്യുമെന്റ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് എനിക്ക് തെളിയിക്കാനും പറ്റുന്നില്ല. സോ അങ്ങനത്തെ ഒരു കേസിൽ ഈ ഡോക്യുമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്ത ശേഷം ഈ ഐഡിയ എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാമായിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്യുമെന്റിൽ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിന് സ്വാഭാവികമായിട്ടും വേറെ ഐഡിയ ആയിരിക്കും. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് ഈ ഡോക്യുമെന്റ് അല്ല എന്ന്. സോ അങ്ങനത്തെ ആ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയനെയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യും? സോ ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കിടക്കുന്ന ഫയലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ആണെങ്കിലും അതെല്ലാം ഫണ്ടമെന്റലി ഒരു ബൈനറി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് ചെറിയ രീതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അത് കുറേ നമ്പേഴ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. സോ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അൽഗോരിതം കണ്ടുപിടിച്ചു. സോ ആ അൽഗോരിതത്തിനകത്ത് ഈ ഇൻപുട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിലെ എല്ലാ ബിറ്റ്സും എടുത്ത ശേഷം അവൻ അതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാക്കും. സോ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഫംഗ്ഷന്റെ പേരാണ് ഹാഷ് ഫംഗ്ഷൻ. അങ്ങനെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്ന പേരാണ് ഹാഷ് വാല്യൂ. സോ ഈ ലോകത്ത് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഹാഷ് ഫംഗ്ഷൻസുകളുണ്ട്. SHA-1, MD5, SHA-256, SHA-512, അങ്ങനെ ഒരുപാട് ഹാഷിംഗ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഏതൊരു ഡോക്യുമെന്റിന്റെയും ഒരു ഹാഷ് ഈ പറയുന്ന അൽഗോരിതംസ് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ടൂൾസ് കിട്ടും. മിക്കവാറും സിസ്റ്റത്തിനകത്ത് ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഇന്റേണലി കാണും, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഉപയോഗിക്കുന്നത് SHA-256 എന്ന് പറഞ്ഞ അൽഗോരിതമാണ്. ഇതിലെ SHA-1ഉം MD5ഉം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സോ അതെന്താ കാരണമെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. സോ മാക് ആയതുകൊണ്ട് ഇതിനകത്ത് ഇന്റേണലി തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ടൂൾസുകളുണ്ട്. സോ അതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് SHA-256 എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമുക്ക് ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്ത് തരും. ഇതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ടൂളുകൾ കിട്ടും. ഫൈൻഡ് SHA-256 ഓഫ് എ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൺലൈൻ ടൂൾ കാണുന്നുണ്ട്. അതിലേക്ക് ഈ ഫയൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടാം. അപ്പോൾ നമുക്കിവിടെ കാണാം ആ ഫയലിൻ്റെ ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതും നമ്മൾ നേരത്തെ ടെർമിനലിൽ കണ്ടുപിടിച്ച വാല്യൂ നോക്കിയാൽ മനസ്സിലാവും, രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ആ ഫയലിലെ കണ്ടന്റ് മാറാത്തോടത്തോളം കാലം ആ അൽഗോരിതം എവിടെ നിന്ന് ഉപയോഗിച്ചാലും നമുക്ക് ഈ സെയിം വാല്യൂവിനെ കിട്ടാം. ഇനി നമ്മൾ ഈ ഫയൽ തുറന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു വാല്യൂ ഒരു ഡോട്ട് ഇട്ടാൽ തന്നെ മതി. ഓക്കെ, ഡോട്ട് ഇട്ടു, നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ആ സെയിം ഫയലിൻ്റെ ഹാഷ് വാല്യൂ ഒന്നുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ വാല്യൂവിൽ നിന്നും കംപ്ലീറ്റ് വ്യത്യാസമായിരിക്കും. സോ ഇനി നമ്മൾ ആ ഡോട്ട് എടുത്തു കളഞ്ഞാലോ, നമ്മൾ ആ ഡോട്ട് എടുത്തു കളഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഹാഷ് ജനറേറ്റ് ചെയ്താലോ അപ്പോഴും പഴയ വാല്യൂ കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ മാത്രമായിരിക്കില്ല സേവ് ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് മെറ്റാ ഡാറ്റ, അതായത് ലാസ്റ്റ് റൈറ്റ് ചെയ്ത ടൈം എപ്പോഴും, അങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇവൻ സേവ് ചെയ്യും.
സോ ഉദാഹരണത്തിന് ഇതിന് ഇൻഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മോഡിഫൈഡ് ഡേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ മോഡിഫൈഡ് ഡേറ്റ് ഇതൊക്കെ മാറുന്നുണ്ട്. സോ കണ്ടന്റ് മാത്രമല്ല ഇതിൻ്റെ മെറ്റാ ഡാറ്റ അങ്ങനത്തെ എന്ത് ഡാറ്റ മോഡിഫൈ ചെയ്താലും അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. ഓക്കെ, സോ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഹാഷിംഗ് ഫംഗ്ഷൻ ഇത്ര പ്രത്യേകത. സോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. സോ അതായത് നമ്മളൊരു ഫയലിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്തത് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും തരിക. അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നായാലും വേറെ സിസ്റ്റത്തിൽ നിന്നായാലും ഓൺലൈൻ ആയാലും സെയിം ഡാറ്റയ്ക്ക് എപ്പോഴും സെയിം ഔട്ട്പുട്ടാണ് കിട്ടുക. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ നമ്മളത് കണ്ടു. നമ്മളൊരു ഫയലിൻ്റെ ഹാഷ് നമ്മുടെ മെഷീനിൽ നിന്ന് എടുത്തു, ഓൺലൈനായിട്ട് എടുത്തു. ഡാറ്റ മാറാത്തതുകൊണ്ട് രണ്ടിനും സെയിം ഹാഷ് വാല്യൂ ആണ്. അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഹാഷ് ഫംഗ്ഷൻ്റെ, അതായത് ഇതിനകത്ത് കൊളീഷൻ ഉണ്ടാവാൻ പാടില്ല. സോ അത് മനസ്സിലാക്കാൻ നമുക്ക് നേരത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. സോ അതിനകത്ത് ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണക്കാട്ടി മുന്നേ ഞാൻ ഈ പറയണ ഈ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഫയൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് എല്ലാവർക്കും മെയിൽ അയച്ചു. ഇന്ന അൽഗോരിതം ഉപയോഗിച്ചിട്ടുള്ള ഐ ഡി ഇതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മെയിലും അയച്ചു. അങ്ങനത്തെ സമയത്ത് ഈ ഒരാൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനറേറ്റ് ചെയ്യുന്നത് വേറെ നമ്പർ ആയിരിക്കും. ഇനി അയാൾക്ക് തട്ടിപ്പ് കാണിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഫയലിനകത്ത് വേറെയും കുറേ ഇമേജസും കുറേ വാല്യൂസും ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഹാഷ് ജനറേറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ ഐ ഡി തന്നെ കിട്ടുന്നുണ്ടോ എന്ന് വീണ്ടും ജനറേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു പോയിന്റിൽ അയാൾക്ക് ഈ ഐ ഡി കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ അയാൾ എഡിറ്റും നടന്നു, എൻ്റെ ആവശ്യമുള്ള ഡാറ്റ ഡിലീറ്റും ചെയ്തു. എന്നിട്ട് അയാൾക്ക് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചു, ഇങ്ങനെ രണ്ട് ഡോക്യുമെൻറ്റിനും ഒരു ഐ ഡി കിട്ടുവാണ്. ഓക്കെ, സോ അതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. സോ നല്ലൊരു ഹാഷിംഗ് അൽഗോരിതം ആണെങ്കിൽ ഇങ്ങനത്തെ കൊളീഷൻ നടക്കത്തില്ല. തിയററ്റിക്കലി സാധ്യമാണ്, അത് തിയറി പ്രകാരം സാധ്യമാണ്. കാരണം വലിയ ഡോക്യുമെൻറ്റിന് ചെറിയ നമ്പറാണല്ലോ വരുന്നത്. അപ്പോൾ തിയററ്റിക്കലി ആലോചിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ഈ നമ്പർ കിട്ടണം. തിയററ്റിക്കലി അത് പോസിബിളാണ്. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനത്തെ ഒരു നമ്പർ ആർക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതത്തിനകത്ത് MD5-നകത്തും SHA-1-നകത്തും കൊളീഷൻ കണ്ടുപിടിച്ച് തുടങ്ങി. സോ അതുകൊണ്ട് ഈ രണ്ട് അൽഗോരിതംസ് ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. നേരെ മറിച്ച് SHA-256, SHA-512 തുടങ്ങിയ അൽഗോരിതത്തിൽ ഇപ്പോഴും കൊളീഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ അൽഗോരിതംസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൊളീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ഡോക്യുമെൻറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഐ ഡി വേറെ വേറെ ആയിരിക്കും. അതായത് അതെല്ലാം യൂണീക്ക് ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഹാഷ് ഫംഗ്ഷൻ എന്നത് ഒരു വൺ വേ ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഹാഷ് വാല്യൂയിൽ നിന്ന് തിരിച്ച് ഇതിൻ്റെ ഇൻപുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റരുത്. സോ അത് ഈ അൽഗോരിതം ഉറപ്പുവരുത്തുന്നുണ്ട്. ഔട്ട്പുട്ട് ഒരുവിധം അത് റാൻഡം ആയിരിക്കും. ആ ഔട്ട്പുട്ടിലെ ഡാറ്റ വെച്ചിട്ട് ഇൻപുട്ടിൽ എന്താണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അടുത്ത പ്രോപ്പർട്ടിയാണ് അവലാഞ്ച് എഫക്ട്. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡോക്യുമെന്റിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പോലും അതിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് കിട്ടുന്ന ഹാഷ് വാല്യൂവിൽ വലിയ മാറ്റം ഉണ്ടാവും. ചെറിയ ചേഞ്ചിന് വലിയ മാറ്റം ഉണ്ടാവുന്നതിനാണ് ഈ അവലാഞ്ച് എഫക്ട് എന്ന് പറയുന്നത്. സോ അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോക്കിയിട്ട് നമ്മൾ ഇൻപുട്ടിൽ എത്ര ചേഞ്ച് വന്നിട്ടുണ്ടെന്നോ ഇൻപുട്ടിൻ്റെ സ്വഭാവമോ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ വരുന്നൊരു പ്രോപ്പർട്ടി, ഇത് ഫാസ്റ്റ് ആയിരിക്കണം. ഒരുപാട് വലിയ ഡോക്യുമെന്റുകളാണെങ്കിൽ പോലും പെട്ടെന്ന് ഈ അൽഗോരിതം അതിൻ്റെ ഡൈജസ്റ്റ് കണ്ടുപിടിച്ച് തരണം. സോ ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സോ ഒരു കേസിൽ നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫയലിൻ്റെ ഐഡന്റിറ്റി, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിൽ തന്നെ ഫയലിൻ്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറൊരു യൂസ് കേസ്, നമുക്കൊരു ഡാറ്റ കറപ്റ്റായോ ഇല്ലേ എന്ന് നമുക്ക് ഹാഷ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് വലിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഫയലിൻ്റെ ഹാഷ് വാല്യൂ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഡൗൺലോഡ് ചെയ്യുന്നത് കഷ്ണമായിട്ടായിരിക്കുമല്ലോ ഡൗൺലോഡ് നടക്കുക വലിയ ഫയലാണെങ്കിലും. സോ അങ്ങനത്തെ കേസിൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത ശേഷം അവർ പറഞ്ഞ ഹാഷിൻ്റെ അൽഗോരിതം ഓടിച്ച് നോക്കാം. സെയിം നമ്പർ തന്നെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടില്ല, നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. സോ അതുപോലെ തന്നെ പാസ്വേഡുകൾ സ്റ്റോർ ചെയ്യാൻ. സോ പാസ്വേഡ് ഒരിക്കലും നമ്മളൊരു ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ്ലി ആ യൂസർ കൊടുക്കുന്ന പാസ്വേഡ് അല്ല ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക, അതിൻ്റെ ഹാഷ് കണ്ടുപിടിച്ചിട്ടാണ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷ് ഒന്നും ഒരിക്കലും ഈ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആണ് പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ. പിന്നെ ഹാഷിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു മെയിൻ യൂസ് കേസ് ഇത് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. സോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷിംഗ് ഒരിക്കലും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല. പല വീഡിയോയിലും ഹാഷിംഗ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല. ഈ ഡിജിറ്റലി സൈൻ ചെയ്യുന്നത് ഒരു അതോറിറ്റി ആയിരിക്കും. ഈ അതോറിറ്റി തെളിയിക്കാനാണ് ബേസിക്കലി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഹാഷിംഗ് നമ്മൾ നേരത്തെ കണ്ടു ആർക്കും വേണമെങ്കിൽ ഹാഷ് ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു അതോറിറ്റി ഇല്ല. സോ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഫോർ എക്സാമ്പിൾ കോഡ് മലയാളം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് HTTPS ആണ്. സോ ഇതിൽ കമ്മ്യൂണിക്കേഷൻ മൊത്തം എൻക്രിപ്റ്റഡ് ആണ്. ഏതൊരു വെബ്സൈറ്റിനും അതിൻ്റേതായിട്ടൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി അവരൊരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഹാഷിംഗ് പോലെ തന്നെ വേറൊരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സൈൻ ചെയ്യുന്നത് ഇതിലെ ഡാറ്റയാണ്, അതായത് എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന പബ്ലിക് കീ, പിന്നെ ഇതേപോലെ തന്നെ ഡേറ്റ്, പിന്നെ എക്സ്പയറി, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്യുന്നത്. സോ ഈ ഡാറ്റ മൊത്തം സൈൻ ചെയ്യാൻ ഈ അൽഗോരിതത്തിന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റേനെ ഫസ്റ്റ് ഒരു ഹാഷിംഗ് അൽഗോരിതം വെച്ചിട്ട് ഒരു ഹാഷ് ജനറേറ്റ് ചെയ്യും. ഈ ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റയാണല്ലോ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ആ ഹാഷ് ആണ് പിന്നെ സൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ മിക്കവാറും ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാവരും ഹാഷ് ആണ് സൈൻ ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റിനകത്ത് ഇവർ ഏത് ഹാഷാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇനി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം നോക്കാം, അതായത് എന്താണ് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ. സോ ഈ മെമ്മറി കാർഡിന് പ്രത്യേകിച്ച് അങ്ങനെ ഹാഷ് വാല്യൂ ഒന്നുമില്ല. സോ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡിൻ്റെ സൈസ് മിക്കവാറും വലുതായിരിക്കും, GB കണക്കിനായിരിക്കും.
32 GB 64 GB അങ്ങനെ GB കണക്കിനായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഷ് വാല്യൂ ഇതിലെല്ലാ ബിറ്റ്സും എടുത്തിട്ടാണ് ഹാഷ് വാല്യൂ കണക്കാക്കുന്നത്. സോ ഓരോ റൈറ്റിനും ഈ മെമ്മറി കാർഡിന്റെ മൊത്തം ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അത് ഈ ഡിസ്കിന്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡിന് ബൈ ഡീഫോൾട്ടായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടോ ഒരു ഹാഷ് വാല്യൂം ഇല്ല. പിന്നെ എന്താണ് ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്മറി കാർഡിന്റെ ഒരു അപ്പത്തെ അവസ്ഥ, അപ്പത്തെ ആ ഒരു മെമ്മറി കാർഡിന്റെ ഡാറ്റയുടെ മൊത്തത്തിൽ നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ ടൂളിന്റെ സഹായത്തോടു കൂടി ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറൻസിക്കിനാണെങ്കിലും അവർക്ക് അവരുടേതായ ടൂളുകൾ ഉണ്ടാവും. സോ അതിൽ ബേസിക്കലി നടക്കുന്നത് ഈ മെമ്മറി കാർഡിലെ ഡാറ്റ മൊത്തത്തിൽ ഒരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്യണം ആദ്യം. സോ ബേസിക്കലി അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയും. സോ മെമ്മറി കാർഡിൻ്റെ ഒരു ഇമേജ് ഫസ്റ്റ് ഉണ്ടാക്കണം. സോ ഇമേജ് പലതരത്തിലുണ്ട്. സോ അതിൽ ബേസിക്കലി മെറ്റാഡാറ്റ ഒന്നും ഇല്ലാത്ത ഇമേജ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. സോ ഈ മെറ്റാഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്ന സമയമൊക്കെ അതിനകത്ത് ഉണ്ടാവും. സോ അങ്ങനെ മെറ്റാഡാറ്റയുള്ള ഇമേജ് ആണെങ്കിൽ ഓരോ തവണ ഉണ്ടാക്കുന്ന ഇമേജിന് വേറെ വേറെ വാല്യൂസ് ആയിരിക്കും. സോ മെറ്റാഡാറ്റ ഇല്ലാത്ത ഒരു ഇമേജാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അങ്ങനത്തെ ഇമേജ് ഉണ്ടാക്കുന്നതിന് റോ സെക്ടർ കോപ്പി എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെയാണ് നമ്മൾ ഹാഷ് കണ്ടുപിടിച്ചിട്ട് സേവ് ചെയ്ത് വയ്ക്കുന്നത്. സോ അതിനെയാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എടുക്കുമ്പോൾ ചെറിയൊരു അപകടമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഒരു കമ്പ്യൂട്ടറിൽ കുത്തി എടുക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് മാക് ആവാം, വിൻഡോസ് ആവാം, ലിനക്സ് ആവാം, അത് ചിലപ്പോൾ ചില ഹിഡൻ ഫയൽസ് ഈ മെമ്മറി കാർഡിനകത്ത് ഉണ്ടാക്കിയിടാനുള്ള സാധ്യത ഉണ്ട്. സോ അങ്ങനെ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഇമേജ് എടുത്തിട്ട് ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുത്തിയിട്ട് വീണ്ടും ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് വ്യത്യാസമായിട്ടൊരു ഹാഷ് വാല്യൂ ആയിരിക്കും നമുക്ക് തരിക. സോ അത് മെമ്മറി കാർഡ് കറപ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു റോങ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതിന് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി കാർഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും റീഡ് ഓൺലി മോഡായിരിക്കണം. ഇതിനകത്ത് റൈറ്റ് നമ്മൾ ഡിസേബിൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി കാർഡിനകത്തൊരു ഡാറ്റയും എക്സ്ട്രാ റൈറ്റ് ആവത്തില്ല. സോ അതുകൂടാതെ തന്നെ ഫോറൻസിക്കാരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡിനെ മാത്രമല്ല അതിൽ ഇൻഡിവിജ്വൽ ഫയൽസ്, ഈ തെളിവായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ ഫയൽസിൻ്റെ സെപ്പറേറ്റ് തന്നെ ഹാഷ് വാല്യൂസും എടുത്ത് വെക്കാറുണ്ട്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ഫയൽസ് മോഡിഫൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതാതിൻ്റെ ഹാഷ് വാല്യൂ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാനും പറ്റും. സോ പിന്നെ വേറൊരു കാര്യം, ഈ മെമ്മറി കാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിൽ നിന്നോ നമ്മൾ ഇമേജും അതിൻ്റെ ഫയൽസും എടുത്ത ശേഷം അതിൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ പറയുന്ന ഡ്രൈവിൽ നിന്ന് പിന്നെയും അത് റീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിൻ്റെ കോപ്പിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഹാഷ് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അൺലസ് ഈ ഹാഷ് വാല്യൂ എടുത്തതിൽ വല്ല സംശയമില്ലാത്തടത്തോളം കാലം ഈ കോപ്പീസ് ഉപയോഗിച്ചാൽ മതി. ഈ ഹാർഡ്വെയർ പിന്നെ ഉപയോഗിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ ഇത്രയുള്ള വീഡിയോയ്ക്കകത്ത് സോ ഹാഷ് വാല്യൂ എന്താണെന്നുള്ള ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഒപ്പം തന്നെ കോഡ് മലയാളത്തിലെ മറ്റ് വീഡിയോസും ചെക്ക് ചെയ്യുക. സോ ഇനി നിങ്ങളൊരു പ്രോഗ്രാമറോ വെബ് ഡെവലപ്പറോ ആണെങ്കിൽ കോഡ് മലയാളം ചാനലിൽ വേറെയും വീഡിയോസ് ചെക്ക് ചെയ്യുക. അതിനകത്ത് നമ്മളുടെ വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പിന്നെ അതുപോലെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ തീർച്ചയായും കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.